കഴിഞ്ഞ 17 വർഷമായി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടറാണ് പാലക്കാട് രൂപതയിലെ ബിഷപ്പായിട്ടുള്ള മാർ പീറ്റർ കൊച്ചുപുരക്കൽ. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തവണ വോട്ട് ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായത്? ഒരു 2 ദിവസം മുൻപാണ് ഇവിടെയൊരു അച്ഛൻ വഴി ഞാൻ അറിയുന്നത് എനിക്ക് വോട്ടില്ല എന്നുള്ളത്. അത് വോട്ടേഴ്സ് ലിസ്റ്റിൽ എൻ്റെ പേരില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ മറ്റ് അച്ഛന്മാർക്കും ഇവിടെയുള്ള മുൻ ബിഷപ്പ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിനും ഇങ്ങനെ ഈ വോട്ടേഴ്സിൻ്റെ സ്ലിപ്പ് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റേത് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. കാരണം സാധാരണ ഇതിൽ ഇവരുടെ കൂടെ വരാറില്ല. ഇത് ഈ വെണ്ണക്കര സ്കൂളിലാണ് ഇവരൊക്കെ ചെയ്യാറുള്ളത്. എൻ്റെ വോട്ട് ഈ തൊണ്ടികുളം ഗ്രാമത്തിലെ സ്കൂളിലാണ്. അപ്പോൾ അത് പിന്നീട് എപ്പോഴെങ്കിലും വരാറുണ്ട്. അത് വരാണ്ടായപ്പോൾ ഞാൻ വീണ്ടും അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല, അതുകൊണ്ട് സ്ലിപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞു. വോട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു മിസ്റ്റേക്കാണോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഴ്ചയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ സംബന്ധിച്ച് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. ഇത് ആരെങ്കിലും ഈ 2 ദിവസം മുമ്പ് അറിഞ്ഞു എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? കളക്ടറെ അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികളെയോ സ്ഥാനാർത്ഥികളോ ആരെങ്കിലും ഈ വിഷയം അറിയിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ ഇവിടെ വന്നിരുന്ന ഒരു ജനപ്രതിനിധിനെ ഇവരെ അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പോയത്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി പബ്ലിക്കായതും അതിന് ശേഷം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിനൊരു കംപ്ലയിൻ്റ് ആയിട്ട് പോകുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളതൊരു ആവശ്യമാണ്. കാരണം ഒരാളുടെ പേര് അങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണെന്ന് അറിയണമല്ലോ. ഞാൻ എന്തായാലും ആവശ്യപ്പെട്ടിട്ടില്ല എന്നെ ഇതിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റണമെന്നോ അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കണമെന്നോ മറ്റാരെങ്കിലും അങ്ങനെ ഒരു പരാതി കൊടുത്തായിട്ടൊന്നും എനിക്ക് തോന്നണില്ല. അങ്ങനെ സാധ്യതകളൊന്നും ഇല്ല. ഏതായാലും അങ്ങനെ സാധ്യതയില്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ വലിയൊരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കേരളമാണെങ്കിലും രാജ്യമാണെങ്കിലും കടന്നു പോകുന്നത്. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ വോട്ട് നിഷേധിക്കുന്ന തുല്യമായി വോട്ട് കാണാതാവുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഞാനിതിൻ്റെ പിന്നിൽ അങ്ങനെ വലിയൊരു രാഷ്ട്രീയമൊന്നും കാണുന്നില്ല. അതിനുള്ള സാധ്യതയില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് വേണ്ടി നിൽക്കുന്ന ആളാണെങ്കിൽ പിന്നെ മെല്ലെ പുറകോട്ട് മാറ്റാനുള്ളൊരു ചാൻസ് ഒഴിവാക്കി കൊടുക്കുക. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ, കേട്ടുപോലും കൂടിയില്ല. പക്ഷേ അങ്ങനെ ചിന്തിക്കാം. ഇത് അതിനുള്ള യാതൊരു സാധ്യതയില്ലല്ലോ. ഞാനിപ്പോൾ ഈ പാലക്കാട് രൂപതയുടെ ബിഷപ്പായിട്ട് ചാർജ് എടുത്ത് ഇപ്പോൾ 2 വർഷമായി. അതിന് മുൻപ് എനിക്ക് ഒരു പ്രശ്നമില്ലാതെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. വോട്ടേഴ്സ് ഐ ഡിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളുടെ പേര് പെട്ടെന്ന് എന്തുകൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല എന്നുള്ളതാണ് ദുരൂഹമായിട്ടുള്ളൊരു കാര്യം. ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം എന്ന് തന്നെയാണ്. അന്വേഷണം എന്തുകൊണ്ട് അങ്ങനെ പറ്റി അല്ലെങ്കിൽ എവിടെയാണ് അതിൻ്റെ വീഴ്ച ഉണ്ടായതെന്ന് അന്വേഷിക്കേണ്ടത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതൊന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും ഈ വോട്ട് കാണാതായതിനെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് പാലക്കാട് രൂപതയിലെ ബിഷപ്പായിട്ടുള്ള മാർ പീറ്റർ കൊച്ചുപുരക്കൽ ആവർത്തിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കൃത്യമായി പാലക്കാട് നിയമസഭാ ഇലക്ഷനും അതുപോലെ തന്നെ ലോക്സഭാ ഇലക്ഷനും എല്ലാം പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത ബിഷപ്പിനാണ് ഇത്തവണ പെട്ടെന്ന് വോട്ടർ പട്ടികയിൽ പേര് തന്നെ ഇല്ലാതെ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.